നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഡോക്ടർ ബിനോജ് നായർ എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. വളരെ സത്യസന്ധമായും സമഗ്രമായും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും വസ്തുതകളെ വിലയിരുത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. മിക്കപ്പോഴും പ്രശ്നങ്ങളെ വളരെ സമഗ്രമായി അപഗ്രഥിക്കുന്നത് കൊണ്ടും വേട്ടയാടപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും അദ്ദേഹം സംഘപരിവാരങ്ങളുടെ കണ്ണിലെ കരടാണ്. അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത എൻ്റെ ഹിജാബ് എൻ്റെ അവകാശം എന്ന് പറയുന്ന കുറച്ച് വീഡിയോകളുണ്ട്. ഹിജാബിനെതിരെ ശക്തമായ ക്യാമ്പയിൻ നടക്കുകയും സംഘപരിവാരങ്ങൾ ഹിജാബ് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി കാണുകയും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഹിജാബ് ധരിച്ച് അടിച്ചമർത്തപ്പെടുന്നു, ചാക്കുകെട്ടിനുള്ളിൽ കഴിയുന്നു എന്നൊക്കെ വളരെ ആസൂത്രിതമായ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെതിരെ വളരെ സമഗ്രമായി വസ്തുനിഷ്ഠമായി മറുപടി പറയുവാൻ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ആളുകളെ അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും അവരാ സംഗതിയെക്കുറിച്ച് വളരെ സമഗ്രമായി തന്നെ മറുപടി വരികയും ചെയ്യുന്ന ഒരു പരമ്പരയാണത്. നിങ്ങളിൽ പറ്റുമെങ്കിൽ ആ വീഡിയോ കാണണം, സന്ദർശിക്കണം, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഡോക്ടർ ബിനോജ് നായരുടെ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ അദ്ദേഹം അതിൽ ഡോക്ടർ ദേവിക എന്ന് പറയുന്ന സുപ്രസിദ്ധ എഴുത്തുകാരിയുമായിട്ട് നടത്തുന്ന അഭിമുഖമുണ്ട്. ആ ടൈമിൽ ഹിജാബ് വിരുദ്ധമായി നടന്ന ചില സമരങ്ങളെ പറ്റിയുള്ള പ്രതിപാദനം അതിൽ പറയുന്നുണ്ട്. അതിൽ ഡോക്ടർ ദേവിക പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവർ പറയുന്നത് കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഒരു വിഭാഗം ആളുകൾ മുഖം മാത്രം ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷേ അവരെ ആരും ഒരു അടിമത്തത്തിൻ്റെ പ്രതീകമായി കണക്കാക്കാറില്ല. പക്ഷേ മുസ്ലിം സ്ത്രീകളെ പർപ്പസ്ഫുള്ളി അവർ ഈ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് അടിമകളായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് മുസ്ലിം സ്ത്രീകൾ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നേരത്തെ അവർക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുകയും ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് അവർ നടന്നു പോവുകയും ചെയ്തു എന്നാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ഇതുമായിട്ട് കൂട്ടിയാലോചിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ നടത്തിയ മുന്നേറ്റങ്ങളെപ്പറ്റി അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പഠനങ്ങൾ നടത്തുന്ന സമയം കൂടിയാണ് ഇതെന്ന് ചേർത്ത് വായിക്കാം. അവർ പറയുന്നത്, പ്രത്യേകിച്ചും അവർ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ 10 പ്രഗത്ഭരായ വിദ്യാർത്ഥികളിൽ 7 പേരും ഈ ഹിജാബ് ധാരികൾ ആണ് എന്നാണ്. അവർ പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഒരുപക്ഷെ അസൂയ കലർന്ന സമീപനമായിരിക്കാം ഹിജാബിനെതിരെയുള്ള ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്നുകൂടി ഡോക്ടർ ദേവിക മാഡം സൂചിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ യൂറോപ്പിലൊക്കെ പുരുഷന്മാർ അവർ ഓഫീസിലൊക്കെ യൂണിഫോമായി അല്ലെ വസ്ത്രത്തിൻ്റെ കോഡായി പറയുന്നത് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ്, കോട്ട്, അതുപോലെ ഫുൾ സ്ലീവ് ഉടുപ്പുകളാണ്. പക്ഷെ സ്ത്രീകൾക്കൊക്കെ അവിടെ എങ്ങനെയും വരാം, ബിക്കിനിയിൽ വരാം, എങ്ങനെയും വരാം. അപ്പോൾ അവർ സൂചിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെയുള്ള വസ്ത്രധാരണം ധരിക്കുന്നത് കൊണ്ട് യൂറോപ്പിൽ പുരുഷന്മാർ അടിമകളാണ് എന്ന ഒരു സൂചന നൽകുന്നുണ്ടോ എന്ന ഒരു വളരെ രസകരമായൊരു ചോദ്യം കൂടി അവർ ഈ സമൂഹത്തിലോട് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, പർദ്ദയുടെ ഈ വരവ് എന്ന് പറയുന്നത് ഗൾഫ് സ്വാധീനം കൊണ്ട് ആണ് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും നിൽക്കുന്ന രാജ്യങ്ങളിലെ ആ രാജ്യങ്ങളുടെ വസ്ത്രരീതിക്ക് അനുസരിച്ചാണ് മലയാളികളുടെ വസ്ത്ര സംസ്കാരവും എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഭയപ്പെടേണ്ട യാതൊരു കാരണവും ഇല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പഞ്ചാബിൻ്റെ വസ്ത്രധാരണമായ ചുരിദാർ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ബ്ലൗസും ഒക്കെ പാവാടയുമായിരുന്നു കേരളത്തിൻ്റെ സ്ത്രീകളുടെ വസ്ത്രധാരണ രൂപം. പിന്നെ സാരി കടന്നു വന്നു. കൂടുതൽ കംഫർട്ടായ, കാരണം ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുവാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ പർദ്ദ സ്ത്രീകൾക്ക് കംഫർട്ടായ വസ്ത്രമായിട്ടാണ് ഡോക്ടർ ദേവിക പറയുന്നത്. മറ്റൊന്നുകൂടി അവർ പറയുന്നുണ്ട്, പർദ്ദ ധരിക്കുന്ന ഇപ്പോൾ പർദ്ദ എന്ന് പറയുന്നത് നമ്മൾ മുഖം മറയ്ക്കാതെ ഇടുന്ന പർദ്ദയ്ക്കപ്പുറം മുഖം മറച്ചിടുന്ന സാധനങ്ങൾ പോലും അത് ആ സ്ത്രീക്ക് മറ്റുള്ളവരെ കാണുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി അവരെ കാണണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം എന്നുകൂടി ഡോക്ടർ ദേവിക മാഡം സൂചിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ പർദ്ദ എന്ന് പറയുന്നത് ആരെങ്കിലും ആ സമുദായത്തിലെ സ്ത്രീകളെ അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് അവരവരുടെ സംസ്കാരം പിൻപറ്റുന്നതിൻ്റെ പേരെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ധരിക്കുന്നതാണ്. ആ പർദ്ദ ധരിച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും
അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ഒരു തത്വം കൂടി ഡോക്ടർ ദേവിക മാഡം ഈ ചർച്ചയിൽ കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന് അവർ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ വളരെ എഡ്യൂക്കേറ്റഡായ മുസ്ലിം സ്ത്രീകൾ വളരെ ആക്റ്റീവായി തന്നെ പങ്കെടുത്തു എന്നൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പർദ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടലിൻ്റെ പ്രതീകമല്ല. അത് വളരെ പർപ്പസ്ഫുള്ളായി ചില കാര്യങ്ങളിൽ അസൂയ ജനിപ്പിക്കുന്നതിൻ്റെ ഫലമായി, അസൂയക്കാരുടെ ഫലമായി ഉണ്ടാകുന്ന തെറ്റിദ്ധരിപ്പിക്കലുകളാണ് എന്ന് ഡോക്ടർ ദേവിക മാഡം ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനായി കൊടുത്തേക്കാം, കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഡോക്ടർ ബിനോജ് നായർ വളരെ സത്യസന്ധമായി സമഗ്രമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു യൂട്യൂബറാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. ജയ് ഹിന്ദ്.